എറണാകുളം അങ്കമാലി കറുകുറ്റിയിൽ വൻ കഞ്ചാവ് വേട്ട 110 കിലോ കഞ്ചാവുമായി 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായിരിക്കുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, എങ്ങനെയാണ് ചെയ്തത്? വലിയ തോതിൽ തന്നെ ഈ ലഹരി വിതരണക്കാരെയും ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയും ഒക്കെ പിടികൂടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. എക്സൈസ് എങ്ങനെയാണ് ഇവരെ പിടികൂടുന്നത്? നേരത്തെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ? വലിയ ഒരു ശേഖരം തന്നെയാണ് കണ്ടെടുത്തിരിക്കുന്നത്. അക്ഷയ്, തൂഫാൻ പദ്ധതിയൊക്കെ തുടങ്ങിയതിന് ശേഷം എക്സൈസ് മധ്യ കേരളത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിലൊന്നാണ് ഇത്. 110 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. അങ്കമാലിക്കടുത്ത് കറുകുറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത്. 4 ഒഡീഷ സ്വദേശികളാണ് കഞ്ചാവുമായി പിടിയിലായിട്ടുള്ളത്. ഇവർ അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്തുകാരാണ്, അല്ലെങ്കിൽ ലഹരി കടത്തുകാരാണ് എന്നാണ് എക്സൈസ് സംഘം നൽകുന്ന വിവരം. അങ്കമാലി എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഇവരെ പിന്തുടർന്ന് പിടികൂടിയത്. ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദീർഘദൂര ട്രെയിനുകളിൽ സാധാരണഗതിയിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങും. അവിടെ മുതൽ ഇവർ വിതരണം ആരംഭിക്കും. തുടർന്ന് പാലക്കാട് നിന്ന് പാസഞ്ചർ ട്രെയിനുകളിലും മെമുവിലും ഒക്കെ കയറി വലിയ പരിശോധനകളൊന്നുമില്ലാത്ത, വലിയ ആൾത്തിരക്കില്ലാത്ത കറുകുറ്റി പോലുള്ള ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങും. അവിടെയും വിതരണം നടത്തി, അല്ലെങ്കിൽ അവിടെയാകുമ്പോൾ വലിയ പരിശോധനകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല, അധികം ആളുകൾ ഉണ്ടാവില്ല. ഇടവഴികളിലൂടെയൊക്കെ കഞ്ചാവ് പുറത്തെത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും 4 പേർ പിടിയിലായിട്ടുണ്ട്. ഇവർ അന്തർ സംസ്ഥാന ലഹരി കടത്തിലെ പ്രധാന കണ്ണികളിൽ ഉൾപ്പെടുന്ന 4 പേരാണ് എന്ന് എക്സൈസ് അറിയിച്ചു. ഇവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും. ഇവർക്ക് ആരാണ് പണം മുടക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ ആർക്കൊക്കെ നൽകാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരുന്നത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു.